പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഗ്രീൻ ക്ലീൻ കേരള മിഷൻ, സയൻസ് ക്ലബ്ബ് കോഴിക്കോടും ഡയറ്റ് കോഴിക്കോടും സംയുക്തമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ഗ്രീനിങ് കോഴിക്കോട് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സുസ്ഥിര വികസന സെമിനാർ കോൺടെസ്റ്റിന്റെ 16ാമത്തെ സെഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും PTA പ്രസിഡന്റ് മറ്റു പ്രധാനാധ്യാപകര് ബന്ധപ്പെട്ടവരൊക്കെയാണ്. നമ്മുടെ പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം നമ്മോട് ആവശ്യപ്പെട്ടുള്ള 17 സുസ്ഥിര വികസന പദ്ധതികൾ, അവയെക്കുറിച്ച് സംസാരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. ഇതോടൊപ്പം തന്നെ ഗ്രീൻ ക്ലീൻ എർത്ത് .org എന്ന വെബ്സൈറ്റിലേക്ക് നമ്മളൊരു മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട്. പരിസ്ഥിതി ദിനത്തിൽ നാം നടുന്ന വൃക്ഷത്തൈകള് വേനൽക്കാലത്ത് സംരക്ഷിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി അതിന്റെ ഓരോ 3 മാസത്തെയും വളർച്ച പ്രകടമാകുന്ന ഫോട്ടോ ഗ്രീൻ ക്ലീൻ എർത്ത് .org എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും അതോടൊപ്പം തന്നെ നടത്തുന്ന ഹരിത മത്സരങ്ങളിൽ, സുസ്ഥിര വികസന മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തുന്നവർക്ക് പ്രൊഫസർ ശോഭീന്ദ്രന്റെ പേരിലുള്ള 1 ലക്ഷം രൂപയുടെ പുരസ്കാരങ്ങളും സമ്മാനങ്ങളും നൽകുന്ന ഒരു പദ്ധതിയാണിത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ ഹരിത പ്രവർത്തനങ്ങളെയും അവരുടെ സർഗ ഭാവന സ്കില്ലുകളുടെയും കഴിവുകൾ പ്രകടിപ്പിക്കുന്ന വീഡിയോകളും മറ്റു പ്രഭാഷണങ്ങളും അയച്ചു തരികയാണെങ്കിൽ അവയൊക്കെ തന്നെ ഗ്രീൻ ക്ലീൻ കേരള എന്ന യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പോയിന്റ് നൽകുന്നതുമാണ്. വൃക്ഷത്തൈകൾ സാധാരണ നട്ട് പോകുന്നതിനുപരി ഓരോ 3 മാസം കൂടുമ്പോഴും അതിന്റെ ഫോട്ടോ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് അങ്ങനെ 1 കോടി വൃക്ഷത്തൈകൾ കേരളത്തിൽ നിന്ന് സംരക്ഷിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാമിലേക്ക് കേരളത്തിന്റെ സംഭാവനയായി സമർപ്പിക്കുവാനുള്ള ഒരു പദ്ധതി കൂടിയാണത്. അപ്പൊ ഈ പദ്ധതിയുടെ പ്രചരണത്തിന് വേണ്ടിയാണ്, അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മേമുണ്ട സ്കൂള് വിദ്യാർത്ഥികള് സുസ്ഥിര വികസന സെമിനാറിനെ കുറിച്ച് സംസാരിക്കുന്നത്. മേമുണ്ട സ്കൂളിൽ ഏതാണ്ട് 3000-ഓളം കുട്ടികളുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരുപാട് ഹരിത പ്രവർത്തനങ്ങളും കലാപ്രവർത്തനങ്ങളും കായിക പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും, സർഗഭാവന പ്രവർത്തനങ്ങളൊക്കെ. അവയൊക്കെ തന്നെ വിദ്യാർത്ഥികളുടെയും സമൂഹത്തിന്റെയും വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആ പ്രോജക്റ്റ് നമുക്ക് എല്ലാവർക്കും മുന്നേറുകയും ഈ വർഷത്തെ ശോഭീന്ദ്ര പുരസ്കാരം നേടിയിട്ടുള്ളത് പ്രൊഫസർ ശോഭീന്ദ്രന്റെ പേരിലുള്ള അദ്ദേഹത്തിന്റെ ചരമദിനം വരുന്ന ഞായറാഴ്ച, കഴിഞ്ഞ ഒക്ടോബർ മാസം 12-ാം തീയതിയായിരുന്നു, 13-ാം തീയതിയായിരുന്നു അദ്ദേഹം മരിച്ചത്. നമ്മൾ അന്ന് അദ്ദേഹത്തിന്റെ ചരമവാർഷികം ആചരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം. ഇതേ ചാനലിൽ തന്നെ 8 മണിക്ക് അടുത്ത ഞായറാഴ്ച രാത്രി 8 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല അന്ന് ആശംസകൾ അറിയിക്കുവാനും ഓർമ്മകൾ പുതുക്കുവാനും എല്ലാവർക്കും അവസരമുണ്ട്. അതിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടി ഒരു ലിങ്ക് അയച്ചു തരാം. അധ്യാപകരും വിദ്യാർത്ഥികൾക്കും ഒക്കെ തന്നെ ആശംസകളും അനുസ്മരണങ്ങളൊക്കെ നടത്താവുന്നതാണ്. അപ്പം ഇന്നത്തെ പ്രോഗ്രാമിലെ സ്വാഗത ഭാഷണം നടത്തുവാൻ വേണ്ടി നിത്യ മേഡത്തെ, മേമുണ്ട ഹൈസ്കൂളിലെ പരിസ്ഥിതി കോർഡിനേറ്ററായ നിത്യ മേഡത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് നിത്യ. ഞാൻ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. പ്രിയപ്പെട്ടവരെ, ഗ്രീൻ ക്ലീൻ കേരള മിഷൻ, ഗ്രീനിങ് കോഴിക്കോട്, ഡയറ്റ് കോഴിക്കോട്, സയൻസ് ക്ലബ് കോഴിക്കോട് എന്നിവർ സംയുക്തമായി നടത്തുന്ന ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന സെമിനാറാണ് ഇന്നിവിടെ നടക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ 5ാമത്തെ വിഷയമായ ലിംഗസമത്വം എന്ന വിഷയമാണ് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ നമ്മുടെ ദേവതീർത്ഥ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. കേരളം ഈ വിഷയത്തിൽ ഏറെക്കുറെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി ഇതല്ല. നമ്മുടെ ഈ ഒരു സെമിനാറിലൂടെ വിഷയം കുട്ടികളിൽ എത്തുകയും അതുവഴി ഓരോ കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സെമിനാറിലെ സഹകാരകനായ ഇക്ബാൽ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ HM
ജിതേഷ് മാഷെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സെമിനാറിന്റെ ഉദ്ഘാടകനായി ഇവിടെ എത്തിച്ചേർന്ന മെമണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡന്റ് ഡോക്ടർ M.V. തോമസ് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ സെമിനാർ അവതരിപ്പിക്കാനായി മെമണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ദേവതീർത്ഥയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട HM ജിതേഷ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സെമിനാറിന്റെ സഹകാരകനായിട്ടുള്ള ഇക്ബാൽ സാർ, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടകനായിട്ടുള്ള ഡോക്ടർ M.V. തോമസ് സാർ, PTA പ്രസിഡന്റ്, മെമണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ തന്നെ സ്വാഗതം ആശംസ പറഞ്ഞ നമ്മുടെ സ്കൂൾ ടീച്ചർ നിത്യ ടീച്ചർ, സെമിനാർ അവതരിപ്പിക്കുന്ന എൻ്റെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനി ദേവതീർത്ഥ, പ്രിയമുള്ളവരെ, നമുക്കറിയാം ഗ്രീൻ ക്ലീൻ കേരള ഡയറ്റ്, അതുപോലെ തന്നെ സയൻസ് ക്ലബ്ബ് ഇവയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സെമിനാർ ഇങ്ങനെ എല്ലാ ദിവസവും നടന്നു വരിക. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ വിദ്യാലയത്തിൽ വിദ്യാർത്ഥി പങ്കെടുക്കുന്ന. അന്ന് കാലാവസ്ഥ കാരണം നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല, കാലാവസ്ഥ പ്രതികൂലമായതിനാൽ. അപ്പോൾ ഇന്നത്തെ വിഷയം ലിംഗ സമത്വമാണ് ദേവതീർത്ഥ തെരഞ്ഞെടുത്തിട്ടുള്ളത്. എന്തായാലും ഞാൻ കൂടുതൽ കാര്യം ഒന്നും സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ അതിനായി നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് നമ്മുടെ PTA പ്രസിഡന്റായിട്ടുള്ള ഡോക്ടർ M.V. തോമസ് സാറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇക്ബാൽ സർ, ഈ ഓൺലൈൻ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച നിത്യ ടീച്ചർ, ഈ ഓൺലൈൻ മീറ്റിംഗ് അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ HM ജിതേഷ് മാസ്റ്റർ, ഇവിടെ സെമിനാർ അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ വിദ്യാർത്ഥിനി കുമാരി ദേവതീർത്ഥ, അതുപോലെ തന്നെ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന മറ്റ് ബഹുമാന വ്യക്തിത്വങ്ങളെ, അതുപോലെ തന്നെ ഈ പരിപാടി യൂട്യൂബിലൂടെയും മറ്റ് മാധ്യമങ്ങളിലെയും ലൈവായി കാണുന്ന പ്രിയം നിറഞ്ഞവരെ, യുണൈറ്റഡ് നേഷൻസിന്റെ ഐക്യരാഷ്ട്ര സഭയുടെ 2030 കൂടി നമ്മൾ എത്തിച്ചേരേണ്ട ചില പ്രധാനപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിനും ഭൂമിയിലെ അതുപോലെ തന്നെ ജീവിതത്തിനും ലോകമൊന്നാകെ, ഈ ഭൂലോകം സൗരയൂഥം ഒന്നാകെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും ഈ ലോകം, ഈ ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യനും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നും ആ ഭൂമിയിലെ അതിജീവനം എല്ലാവർക്കും സുഖകരമാവണമെന്നും അവിടെ തുല്യസമത്വം എല്ലാവർക്കും കിട്ടണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് 2030 കൂടി നമ്മൾ എത്തിച്ചേരേണ്ട, അല്ലെങ്കിൽ നമ്മൾ എത്തിപ്പിടിക്കേണ്ട പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വയ്ക്കുന്ന സസ്റ്റൈനബിൾ ഗോൾസ് എന്ന അതിന്റെ 17 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജെൻഡർ ഇക്വാലിറ്റി, അതുപോലെ തന്നെ ദാരിദ്ര്യം തുടച്ചു നീക്കുക, നോ പോവർട്ടി, സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാലിറ്റി, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ തുടങ്ങി നിരവധി 17 തരത്തിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയും അതിനോടനുബന്ധിച്ച മറ്റു സഭകൾ, മറ്റു കമ്മിറ്റികളും നടത്തുന്ന ഈ ഒരു പരിപാടിയിൽ മെമണ്ട പരിപാടിയുടെ ഭാഗമായിട്ട് ക്ലീൻ കേരളയും അതുപോലെ സയൻസ് ക്ലബും എല്ലാം കൂടിച്ചേർന്ന് നടത്തുന്ന മത്സരങ്ങളിലൊന്നാണ് ഈ ഇപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്നത്. ഇതിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളിൽ നിന്ന്, മെമണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സെമിനാർ അവതരിപ്പിക്കുന്ന ദേവതീർത്ഥയാണ്. അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ജെൻഡർ ഇക്വാലിറ്റി എന്നതാണ്, ലിംഗസമത്വം. ലിംഗസമത്വം എന്നത് കേവലം വസ്ത്രദാനത്തിൽ കാണിക്കുന്ന സമത്വം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അതിവിശാലമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ചൈൽഡ് മാരേജ്, ഫിമേൽ ജെനിറ്റൽ മുട്ടിലേഷൻ തുടങ്ങിയ പലവിധത്തിലുള്ള സംഗതികളും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ മറ്റു ലോക രാജ്യങ്ങളും നടക്കുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ കൃത്യമായി പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിലെല്ലാം സ്ത്രീ സമത്വം അല്ലെങ്കിൽ സ്ത്രീലിംഗത്തെ വളരെ
താഴേക്കടിയിലുള്ളതായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കണക്കാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തും അതുപോലെ മറ്റു രാജ്യങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് പുരുഷനായാലും സ്ത്രീയായാലും ട്രാൻസ്ജെൻഡർ ആയാലും ഒരേ രീതിയിൽ ഉള്ള സമത്വ ഭാവന കിട്ടുവാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവർക്കും ലിംഗസമത്വം കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഈ 17 ഗ്ലോബൽ സസ്റ്റൈനബിൾ ഗോൾസിൽ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുന്നതിനെ പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ ദേവദീർത്തക്കും എല്ലാവർക്കുള്ള ആശംസ നൽകിക്കൊണ്ട് ഈ പരിപാടി മുന്നോട്ട് പോകാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. അടുത്ത മോളുടെ പരിപാടിയല്ലേ? ജിതേഷ് മാഷേ, മോളെ ക്ഷണിക്കാം. മോളെ സ്റ്റാർട്ട് ചെയ്തോളൂ. Okay, good evening to all. With your permission, I'm speaking about the topic gender equality. So, gender equality is a term that had been discussing over years and years, and I have seen no visible results had obtained yet. But it's still a relevant subject to talk about. So, let me start with what is gender equality actually means. So, gender equality means that the rights, opportunities, and responsibilities of an individual does not depend on whether they are male or female, fat or thin, dark or white, elder or young, able-bodied or differently abled, or urban or rural settings. So, basically, women are entitled to live with dignity, safety, and security. So, gender equality requires equal enjoyment of women, men, and all other genders for a socially valued goods and also for resources and rewards. And we can see that generally that women are getting excluded and also disadvantaged from decision making and relations, and also getting excluded from social and economic resources. So let me speak about the examples of gender equality. So the first one should be and definitely would be equal pay for equal work. So gender equality in workforce is literally meaning that equal payment for equal work. So it also means that it should be given gender without gender, regardless of gender. So it also means that when a woman takes leave for a maternal issue, so she won't be punished after she is coming back to work after the maternal leave. And also she will be still considered for the promotions and all the pay rises and also for her career opportunities that she would have been got. And the next important thing and the very relevant thing is that gender equality at home. So splitting up the household chores and making it as evenly as possible between each family members can actually reduce the burden of keeping the family and home from a woman, and it should not be solely on a woman. It's not a duty of a woman. And the next one is gender equality means zero tolerance of sexual harassment and bias, whether it's a religious group or in a workplace or any community centers or any group settings. People of every genders are deserved to feel safe and free of bullying, microaggressions, sexual harassments, and prejudice based on gender. When a community reaches gender equality, they does not allow people for making offensive comments and harassments tolerated in any form. And the next thing is benefits of gender equality. So gender equality makes communities stronger, healthier, happier, and safer.
countries with great gender equality is always a step ahead of us, and they are more connected and they are benefited immensely. And economic equality, when all genders are getting equal job opportunities, social benefits, studies show a diverse workplace is a more productive workplace, and this diversity also includes gender diversity. So this success is translate when the success in the workplace is translated into economy, and also as well as the job opportunities is given equally to all genders, can actually reduce the poverty rates, and communities are uplifted, and the nation's GDP is significantly improved. And the most important thing is improved education. So, gender equality in education benefits every child within the school system. Girl who receives an education is more likelihood to be healthier and be more productive for earning a higher salary, and making herself and her family a brighter future. And according to UNICEF, when a girl receives a secondary education, the girl's lifetime savings is drastically increases, and a nation's growth rate is also increasing, and child marriage rates declines, child mortality declines, maternal mortality declines, and child stunts are declining also. So the next one is better health. Studies show that the gender inequality in health fields is badly impacting the health outcomes, just like family planning, child health, nutrition, and also pandemic diseases, just like we have faced 4 years ago. And when health systems are transferred to provide equal access to healthcare for all genders, studies show that there are immense changes in the health outcomes nowadays, just like the depression rates had been fall down recently, and also the PTSD rates. And also it's very surprising that the alcohol consumption is getting low day by day, and that's a very good thing that we could make throughout these years. And promotion of gender equality in our community. So there are many ways to promote gender equality in our community. From starting, it's a basic that we had to split the household chores from our home itself, and also fighting against stereotypical things about gender. So I could say that support women-owned business for getting contributed in the economic empowerment, and also spreading information about gender equality through workshops, discussions, and also like social media, and also speak up against gender inequality and biases to have a more open-minded community, and encouraging children to pursue interests irrespective of gender stereotypes, speak up against instances of gender discrimination against or harassment. So, and the next thing that I want to say is gender equality, how gender equality takes place in making the nation better. So, in this century, women and men are enjoying the same privileges, and the perception is changing slowly, but it's still steady. People are now becoming more aware of their rights, and they are getting know that how they can do in a free society. So as per studies show that when a woman and men is placed for the same position and have same participation, society progresses exclusively and creates a landmark. When a community reaches gender equality, they enjoy the same privileges and also same scopes, just like education, health, and occupation and political aspects. So even in the family, when all the family members are treated equally without being judged about the gender, it's the very best place. It's the very best basic thing that we can do is our home, making our home a better place to live in. So it's the very best place to grow, learn, and mold
great values about gender equality. So the age-old social structure is dictated that women had to stay inside the home and make food for others, and while the man had to get out and make bread and butter for the people at the home. So this had been practiced for years, and that time the outer world was not safe. But as I could say, our world is not safer yet, but still it's a little bit safer for women, that they can step out and educate themselves and pursue their passions and make their contribution to economic balance in their families and share the weight of the family as equally as men. And this is a cumulative way will also make a country's economy progress faster and better. Next one is a common thing that Indian society is still wrecked with such stigmas that says that women have to stay indoors and take care of the family. So this had been practicing for years, no? So leading to neglect of women in many areas like education, health, and wealth and social economic fields. And also, in addition to that, the dowry system is further crippling the society. This ill practice had led to numerous female feticides, and successfully we have created a community where girls of a nation is treated as a burden, and we should be ashamed of ourselves. And the second one is violence against women. I know this is the most relevant thing that is going on internet and also in our country right now. We haven't get over the Kolkata case, and hopefully I hope Maumita will get her justice soon. And also this violence against women is present in one or another way in our community, just like in private spaces and public spaces equally. And sometimes this is accompanied by other burning issues, just like exploiting and human trafficking, harassments, and making the world unsafe for women. And then initiatives towards gender equality, so that our governments had been taken many much initiatives to cut down the gender discrimination. So I think the most celebrated social campaign is Beti Bachao, Beti Padhao, which is to encourage the education of girls. Besides this, the government had runs multiple schemes for women empowerment. Sorry, sir, there was a call. Okay, and then there is this national mission for women empowerment, which is called Ujjwala. And I know after all this, we are a responsible citizen of a responsible country. It's our responsibility to make this world a safer place for women to live in. And once all these menaces are eradicated, every family will know the value of their daughter, the women. And also, our country will achieve greater gender equality in a real sense. And women are creating examples everywhere, and we all should highlight them to change the scenario and give them equal rights. At last, I want to say in the conclusion that being an optimist, I'm still doubting the attainment of gender equality in our society, that our deep-rooted dark realities are being haunting them for a while now. And if we haven't changed that mindset, all these efforts that is made by the government and all other institutes are gonna be a waste of time and with zero results. So I wanted to conclude my presentation with this, but I also want to say this. Nowadays, the people are having false accusations that gender equality is taking down another gender and keeping a gender ahead of one. It's not basically that. It's about a 50-50 ratio that people had to understand. It's not about women only. It's all about both. I hope everyone understands this, and one day we will achieve a world where everyone is aware of gender equality and aware of the importance of gender equality.
I also wanted to say this, so I'm finishing and I'm concluding my presentation, and I hope we will attain this soon. And thank you for listening to me. Thank you. വളരെ നന്നായിരുന്നു. നമ്മുടെ ഷജിൽ സാർ ഉണ്ട് കൂടെ. ഷജിൽ സാറിനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ജിതേഷ് സാറ്, അതേപോലെ തന്നെ ഇക്ബാൽ സാർ, തോമസ് സാർ, എന്റെ പ്രിയപ്പെട്ട നിത്യ ടീച്ചർ, അതേപോലെ തന്നെ ഇവിടെ വേഗരിയായ നിങ്ങളെ പേരെന്തായിരുന്നു? ഞാൻ എന്റെ കട്ടായിരുന്നു. ദേവതീർത്ഥ. അപ്പൊ നമ്മുടെ ലോകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ലോകരാജ്യങ്ങൾ സഞ്ചരിക്കുന്നു, വികസന പദ്ധതികളൊക്കെ വരുന്നു. അതിന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു രേഖയായിട്ട് ഇപ്പോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് 2030 ലക്ഷ്യമാക്കി രാജ്യങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭരണകൂടങ്ങളും ഇതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് 2015 വന്നിട്ടും നമ്മളിലേക്ക് എത്താൻ ഇത്രയും 50 വർഷത്തോളം ആണ് ചർച്ചയ്ക്ക് എത്താൻ, പൊതുജനങ്ങൾക്ക് എത്താനുള്ള സമയമെടുത്തത്. ഒട്ടും വൈകിട്ടില്ല. ഇനി ഇത് മനസ്സിലാക്കുന്ന കുട്ടികൾക്ക് അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ ചിന്തകളൊക്കെ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. എന്താണ് ഇതിന്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട്? നമുക്ക് ചുറ്റിലുമുള്ള പ്രശ്നങ്ങളെ നമ്മളെ എങ്ങനെയാണ് കാണുന്നത്, അതിനുള്ള സൊല്യൂഷൻസ് എന്താണ്, അല്ലെങ്കിൽ അതിനുള്ള പുതിയ മോഡലുകൾ എന്തെല്ലാമാണെന്നുള്ള തുടർ പ്രവർത്തനങ്ങൾ കൂടി ഗ്രീൻ ക്ലീൻ കേരള മിഷൻ ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ലോക്കൽ പ്രോജക്റ്റുകൾക്ക് സാധ്യതകളുണ്ട്. ഇത് മാത്രവുമല്ല, യുണൈറ്റഡ് നേഷൻസ് ഈ പ്രവർത്തനങ്ങളെല്ലാം അറിയാനുള്ള സാധ്യതകളും അതുവഴി കേരളത്തിന്റെ ഒരു അടയാളപ്പെടുത്തലുകളൊക്കെ ഉണ്ടാകും. അത് നമ്മുടെ പ്രിയങ്കരായ കുട്ടികളുടെ പ്രവർത്തനത്തിലൂടെ, കുട്ടികളുടെ ചിന്തകളിലൂടെയാണ് എന്നുള്ളതാണ് ഈ ഒരു പരിപാടിയുടെ പ്രധാനപ്പെട്ട സവിശേഷത. അതുകൊണ്ട് തന്നെ ദേവതീർത്ഥയുടെ ഇന്നത്തെ അവതരണം, ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചുള്ള അവതരണം, നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ പരമാവധിയുള്ള 5ാമത്തെ ലക്ഷ്യത്തിനകത്തുള്ള ഒരുപാട് വിവരങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ചുറ്റിലുമുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UN തന്നെ പറയുന്നത് ഈ വേഗതയിലാണ് നമ്മൾ കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഏകദേശം 140, അതിനകത്ത് നിങ്ങൾക്ക് ഒരു ക്ലോക്ക് തന്നെ കാണാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ 5ാമത്തെ ഗോളിനകത്ത് കയറി കഴിഞ്ഞാൽ 140 വർഷമെങ്കിലും എടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു വേഗതയിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള ജെൻഡർ ഇക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള സാധ്യതകൾ, അവസരങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിയമത്തിന്റെ രൂപത്തിൽ, അതേപോലെ തന്നെ സോഷ്യൽ അവയർനെസിന്റെ രൂപത്തിലൊക്കെ അവസരങ്ങൾ ഒഴുക്കുക എന്നുള്ളതാണ്. ഡിസ്ക്രിമിനേഷൻ ഇപ്പോഴും തുടരുന്നുണ്ട്, പല മേഖലകളിലുണ്ട്. അതേപോലെ തന്നെ മറ്റു ചൂഷണങ്ങളുണ്ട്. ഇതിനെല്ലാം അതിജീവിക്കുന്നത് അതിനകത്ത് ക്വാളിറ്റി എഡ്യൂക്കേഷനിലൂടെയാണ്. അതിനുള്ള സാധ്യതകൾ പെൺകുട്ടികൾ പ്രത്യേകിച്ച് ആ മേഖലയിലേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. എവിടെയെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാനും അതിനെതിരെ പ്രതിഷേധിക്കാനും, അതോടൊപ്പം തന്നെ പുതിയ സങ്കേതങ്ങൾ, പുതിയ സാധ്യതകളൊക്കെ അന്വേഷിക്കാനുള്ള അവസരമാവട്ടെ. ഏതായിരുന്നാലും കേരളത്തിൽ നിന്ന് UN ഒരു അടയാളപ്പെടുത്തൽ ഈ ഒരു പരിപാടിയിലൂടെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും ആശംസകളും. ഇനി ആരെങ്കിലും ഉണ്ടോ ടീച്ചറെ? ഇനി ആരും ഇല്ല, നമ്മള് ഒരു കുട്ടിയേ ഉള്ളൂ. എന്നാ പിന്നെ ആരെങ്കിലും ഒരാളെ നന്ദി പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം. ഇന്നിവിടെ പങ്കെടുത്ത എല്ലാവർക്കും സ്കൂളിന്റെ പേരില് നന്ദി അറിയിക്കുകയാണ്. നന്ദി. ഇതോടനുബന്ധിച്ചുള്ള മറ്റൊരുപാട് മത്സരങ്ങളുണ്ട്. ആ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോ ഹരിത മത്സരങ്ങൾ ഒരുപാടുണ്ട്, കലാമത്സരങ്ങളുണ്ട്, സയൻസ് മത്സരങ്ങളുണ്ട്. അതിലൊക്കെ മത്സരത്തിൽ പങ്കെടുക്കാൻ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ഓക്കെ, സ്വീകരിച്ച നമ്മുടെ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും
ഇത്തരത്തിൽ പ്രവർത്തനത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്താം. ഓക്കെ, താങ്ക് യു.